അപ്പോൾ നമ്മുടെ പവൻ കല്യാൺ ഗാരുടെ ദേ കോൾ മീ ഓജി സിനിമ കണ്ടിരിക്കുകയാണ്. പടത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഹൈ ലെവലിലാണ് ഫസ്റ്റ് ഹാഫ് പോണേ. എടുത്ത് പറയേണ്ട കാര്യമാണ് നല്ല ക്വാളിറ്റി ക്യാമറ ആംഗിൾ, അതുപോലെ ക്വാളിറ്റി മേക്കിംഗ്, പിന്നെ നമ്മുടെ തമൻ്റെ മ്യൂസിക്. ഈ തമൻ്റെ മ്യൂസിക് ഈ സിനിമേനെ മൊത്തത്തിൽ അപ്ലിഫ്റ്റ് ചെയ്തേക്കണുണ്ട്. അതൊരു രക്ഷയില്ല. പിന്നെ നമ്മുടെ പവൻ കല്യാൺകാരുടെ സ്ക്രീൻ പ്രസൻസ് വേറെ ലെവലായിരുന്നു ഈ സിനിമയിൽ. കുറേ കാലമായിട്ട് ഞാൻ ഇന്ത്യൻ സിനിമയിൽ മിസ് ചെയ്തൊരു കാര്യമാണ് ഒരു കിടിലൻ ഇൻട്രോ സീൻ. അത് ഈ സിനിമയിൽ എനിക്ക് കിട്ടി. പവൻ കല്യാണിൻ്റെ ഒക്കെ ഇൻട്രോ സീൻ ഭയങ്കര രസമായിരുന്നു. ഒരു ഫെസ്റ്റീവ് മൂഡായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ആ ഇൻട്രോ തൊട്ട് ആ ഇൻട്രവെല് 5 വരെ ഭയങ്കര ഒരു ഫെസ്റ്റീവ് മൂഡ്. തിയേറ്ററിൽ ഒരു മാരക എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് കിട്ടിയത്. നല്ല ക്രൗഡും ഉണ്ടായിരുന്നു. അപ്പം അമ്മാതിരി ഒരു എക്സ്പീരിയൻസ് കിട്ടി. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പം ഈ ഫസ്റ്റ് ഹാഫിൽ ഇത്ര ഹൈപ്പ് ചെയ്ത് വെച്ചേക്കുവാണ് പടം. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ ഞാൻ ആ ഒരു ലെവൽ പ്രതീക്ഷിച്ചു. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പം ഭയങ്കര സ്ലോ പേസ്, ഇമോഷൻ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കയറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് വെച്ച് നോക്കുമ്പോൾ വളരെ ആവറേജ് ആയിരുന്നു സെക്കൻഡ് ഹാഫ്. എന്നിരുന്നാലും ടോട്ടലി ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു പടമാണ്. അതുപോലെ തന്നെ നല്ല ഇടി ഇടി വെടി പുക അങ്ങനത്തെ ഒരു സംഭവമാണ്. ചുമ്മാ ലോജിക്കൊന്നും നോക്കരുത്, അതറിയാലോ നമുക്ക്. ലോജിക്കൊന്നും നോക്കി തിയേറ്ററിൽ പോകാൻ നിൽക്കണ്ട. അപ്പം എനിക്ക് പേഴ്സണലി ഈ പടം ഫസ്റ്റ് ഹാഫ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫ് ഒരു ആവറേജ് അനുഭവമായിരുന്നു. അപ്പം എന്നിരുന്നാലും ഇത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടമാണ്. ഫെസ്റ്റീവ് മൂഡിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയിരുന്ന് കാണാൻ പറ്റിയ ഒരു പടമാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് കാണാൻ വേണ്ടി ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് സിനിമ തിയേറ്ററിൽ കാണാവുന്നതാണ്. അപ്പം നിങ്ങളും പടം കണ്ടവരാണെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യുക.